കൊല്ലം ജില്ലയിലെ മജീഷ്യൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ 3 പേര്. ഞാൻ ഇവിടെ ഇങ്ങേറ്റം ഇരിക്കുന്ന സുഹൃത്തുക്കൾ. ഇവർ 2 പേരും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതിഥികളാണ്. കൊല്ലം ജില്ലയിലെ ഈ അസോസിയേഷൻ 11 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് വരുന്ന ഒരു സംഘടനയാണ്. ഓൾ ഇന്ത്യ നമ്മൾ നോക്കുമ്പോൾ മാജിക് എന്ന കലാരൂപത്തിന് അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും മറ്റ് ഏത് കലാരൂപങ്ങൾ എടുക്കുമ്പോഴും അവിടെ അവാർഡുണ്ട്, മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ മാജിക്കുകാരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാജിക്കുകാരുടെ ഇടയ്ക്ക് അത്തരം ആ കലയെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സ്വകാര്യ പങ്കാളിത്തത്തിലോ നടക്കുന്നില്ല. അത്തരണത്തിൽ കൊല്ലം മജീഷ്യൻസ് അസോസിയേഷൻ 4 അവാർഡുകൾ, ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ എന്ന അർത്ഥത്തിൽ ജാദു വിഭൂഷൺ, ജാദു ശ്രേഷ്ഠ, ജാദു രത്ന, ജാദുശ്രീ 4 അവാർഡുകൾ പ്രഖ്യാപിക്കുകയും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഇതൊരു പ്രോഡക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം കേരളത്തിൽ പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരിയുടെ സ്മരണയ്ക്കോട് അനുബന്ധിച്ച് ഏതാണ്ട് 350ഓളം മാന്ത്രികർ ഒത്തുകൂടിയ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള മാന്ത്രികരായ സാമ്രാജ് സാറ്, PM മിത്ര ഇവർക്ക് ജാദു വിഭൂഷൺ അവാർഡ് നൽകുകയും ചെയ്തു. ഈ കലാകാരന്മാർ കാലാകാലങ്ങളായി ഗവൺമെന്റിനോട് തന്നെ പറയുന്നുണ്ട് ഇത്തരം ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് അടുത്ത വർഷം ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രശസ്തി പത്രവും വെങ്കല മെഡലുമാണ് നൽകുന്നത്. അടുത്ത വർഷം തൊട്ട് ഗവൺമെന്റ് കൂടി സഹായിക്കുകയാണെങ്കിൽ ഈ കലാകാരന്മാർക്ക് ഇതിനോടൊപ്പം ഒരു പ്രൈസ് മണി കൂടി നൽകാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ ഇന്ത്യ ഒട്ടാകെ നടത്തിയാണ് ഈ 4 അവാർഡുകൾ ഞങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുള്ള ഈ വർഷം ഞങ്ങൾ നൽകിയിട്ടുള്ളത് ശ്രീ PM മിത്രയ്ക്കും നമ്മുടെ സാമ്രാജ് സാറിനുമാണ്. നമസ്കാരം, ഞാൻ മജീഷ്യൻ സാമ്രാജ്. പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് വിശുദ്ധ വിഷയങ്ങളുമായിട്ട്. ഇന്നിപ്പോൾ വന്നിരിക്കുക വളരെ സന്തോഷം. അന്നെല്ലാം പരാതികളും വിഷമങ്ങളുമാണ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിരവധി അവാർഡുകൾ ഞങ്ങൾ 2 പേരും സീനിയർ മെമ്പേഴ്സാണ്, സീനിയർ മജീഷ്യൻസാണ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്വന്തം നാട്ടിൽ ഇതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ ഒരു അവാർഡിന് അർഹതയായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജീഷ്യൻ PM മിത്ര. 2 കാരണങ്ങൾ കൊണ്ട് ഈ അവാർഡ് വളരെ പ്രസക്തമാണ്. കാരണം ജാദു വിഭൂഷൺ അവാർഡ് കാലാകാലങ്ങളായി നിലനിന്നിരുന്നതായിരുന്നുവെങ്കിലും ഒരു സംഘടനയോ സർക്കാരോ ഏറ്റെടുത്ത് അത്തരം ഒരു അവാർഡ് മജീഷ്യൻസിന് കൊടുക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ കാരണത്താൽ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം സ്ഥിതി ചെയ്യുന്നത്. എനിക്കും എൻ്റെ സുഹൃത്ത് സാമ്രാജിനും നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണെങ്കിലും ഞങ്ങൾ 2 പേരെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡിന് പ്രസക്തി അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. കാരണം ഇത് ലഭിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്, മാന്ത്രികരുടെ കുടുംബത്തിൽ നിന്നാണ്, മജീഷ്യൻസിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അവിടെ നിന്നത് കിട്ടുമ്പോൾ നമുക്കതിൽ ഒട്ടേറെ സന്തോഷവും അതിലേറ്റവും വലിയ ബഹുമതി ആയ ജാദു വിഭൂഷൺ ലഭിക്കുമ്പോൾ അതിലൊട്ടേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ഗുരുവായ വാഴക്കുന്നം ഗുരുനാഥൻ്റെ 42ാം സ്മരണ ദിനമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി 9. അന്നാണ് ഈ ഭാരതത്തിലെ സീനിയർ മജീഷ്യൻസ് എല്ലാവരും, കേരളത്തിലെ സീനിയർ മജീഷ്യൻസ് എല്ലാവരുമായിട്ട് ആലോചിച്ച് KMA നേരിട്ട് മുൻകൈയെടുത്ത് ഇങ്ങനെ ജാദു വിഭൂഷൺ, ജാദുശ്രീ, ജാദു രത്ന ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ യഥാർത്ഥ പ്രതിനിധികളെ കണ്ടെത്തുകയും ചെയ്തത്. അതിന് KMAയോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആദ്യമായി ഇങ്ങനെ ഒരു സമഗ്രമായ ജോലി ഏറ്റെടുത്ത് ഏറ്റവും മഹനീയമായ രീതിയിൽ വെങ്കലത്തിൽ തന്നെ അതിൻ്റെ ശില്പവും ഒക്കെ നൽകുവാൻ തയ്യാറായതിലുള്ള പ്രത്യേക നന്ദി ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി, അല്ലെങ്കിൽ അവാർഡ് ലഭിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡിൻ്റെ വെങ്കലത്തിൽ തീർത്ത മൊമെൻ്റ് ഷീൽഡ് ഇതാണ്. കൂടാതെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കീഴ്വഴക്കത്തിന് ആദ്യമായി മുൻകൈ എടുത്ത KMAയോട് ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ മാന്ത്രിക സമൂഹത്തിനുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
ആബാലവൃദ്ധജനങ്ങളും എന്നും എന്നും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു കലാരൂപമാണ് മാജിക്, അല്ലേ? സോ സിമ്പിൾ. ഇത് രഹസ്യം അറിയാതെ ഇത് എൻജോയ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. രഹസ്യത്തിലേക്ക് പോകണ്ട. എന്താ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ പലരെയും മുഖം, ഇതൊരു സീരിയസ് ആയിട്ടിരുന്ന പലരെയും മുഖം ചിരിക്കുന്നത്, അതാണ് മാജിക്കിന്റെ പ്രത്യേകത. ഞാനിപ്പോൾ കാണിക്കുന്നതെങ്കിൽ ഒരു എന്താണ് ടിഷ്യൂ പേപ്പറാണ്, അല്ലേ? ഈ ടിഷ്യൂ പേപ്പറിനെ ഞാൻ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കീറും. സിമ്പിൾ. വീണ്ടും ഇങ്ങനെ കീറും. വെച്ചതിന് ശേഷം നോക്കുക, തീപ്പെട്ടി എടുത്തിട്ട് ലൈറ്റ് വേണം. ലോക മാന്ത്രിക ചരിത്രത്തിന് ആദ്യമായിട്ടാകാം ഒരു പ്രസ് ക്ലബിൽ ഇങ്ങനെ അഗ്നി കൊണ്ടൊരു പരിപാടി, അല്ലേ? നോക്കുക, അല്ലേ? നോക്കുക. അങ്ങനെ നമുക്ക് നോക്കാം എന്തോ സംഭവിച്ചു. എന്താണിത്? കറൻസി നോട്ട്. ഒന്നല്ല, രണ്ടല്ല, നിരവധി കറൻസി നോട്ട്. ഇത് കൊള്ളായില്ലേ? ഇതൊരു മാജിക്കിന്റെ പ്രത്യേകത. നോക്കുക, ഇഫ് യു ലേൺ മാജിക് യു ക്യാൻ ഡു സോ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഇൻ ലൈഫ്. നോക്കുക, ഇങ്ങനെ വന്നിട്ട് 1 1 1 ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വയ്ക്കും. If you learn magic, if you go to school for education, we need money. If you go to shop for, if you go to market for shopping, we need money. That means money. Everywhere money. That is magic. So simple.